ഇന്ന് നമുക്ക് ഇസ്രായേലിനെ കുറിച്ച് കുറച്ച് കാര്യം കൂടെ വേദപുസ്തകത്തിൻ്റെ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാം. ഇപ്പോൾ ഇസ്രായേൽ ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഹമാസും ലെബാനോൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരായിട്ട് ശബ്ദം ഉയർത്തുന്നു, ഭീഷണിപ്പെടുത്തുന്നു. 11 മാസമായിട്ട് അവർ നടത്തിക്കൊണ്ട് ഇരിക്കുന്ന യുദ്ധം, അതിൻ്റെ ഉദ്ദേശം, അനന്തര ഫലങ്ങൾ ഇതെല്ലാം ലോകം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള പൊതുവായ അറിവുകൾ ലോകത്തിൽ പല വിഭാഗത്തിനും ഉണ്ടെന്നുള്ളത് ശരിയാണ്. ഇസ്രായേലിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു എന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജനം, അവരുടെ ഉത്ഭവം, അവരുടെ നിലനിൽപ്പ്, അവരെക്കുറിച്ച് ദൈവത്തിനുള്ള ഉദ്ദേശങ്ങൾ തുടങ്ങിയ വലിയ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ജാതിക്കുള്ള ആ പ്രാവീണ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പഴയ നിയമ തിരുവെഴുത്തുകളെല്ലാം ഇസ്രായേലിനെ കുറിച്ചും ഇസ്രായേലിനോട് ബന്ധപ്പെടുത്തിയും എഴുതപ്പെട്ടിട്ടുള്ളതാണ്. 39 പുസ്തകങ്ങളിലും ഇസ്രായേൽ എന്നുള്ള ആ ഒരു വാക്കില്ലാത്ത ഭാഗമുണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. ഇസ്രായേലും ദൈവവും തമ്മിലുള്ള ബന്ധം, ആ ബന്ധമാണ് ഈ 39 പുസ്തകങ്ങളും പ്രതിപാദിക്കുന്നത്. ഈ വലിയൊരു സത്യം ലോകത്തിന് ഇന്ന് അജ്ഞാതമായിരിക്കുകയാണ്. കാരണം വേദപുസ്തകത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ലോകത്തിനില്ല എന്നുള്ളതാണ്. പല ആളുകളും ഇസ്രായേലിന് വളരെ അനുകൂലമായി സംസാരിക്കുകയും അനുകൂല പരിതസ്ഥിതി അവർക്ക് കൈവരുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഇസ്രായേലിൻ്റെ എതിർ ശക്തിയായ ആ വിഭാഗം, അവരുടെ പ്രവർത്തനങ്ങൾ, അവർ എന്ത് ആശയത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള കാര്യങ്ങളും ലോക ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അവരുടെ ആശയങ്ങൾ വിലയില്ലാത്ത ആശയങ്ങളാണെന്ന് ലോക ജാതികൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അർത്ഥമില്ലാത്തതും പ്രയോജനമില്ലാത്തതുമായ ആശയങ്ങൾക്ക് വേണ്ടി പോരാടുകയും നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം. അപ്പോൾ അറബി ഇസ്രായേൽ എന്ന ആ ബന്ധം, ഈ ബന്ധം ഇങ്ങനെ പറയാനുള്ളതിൻ്റെ പ്രത്യേകിച്ച് കാരണം, ഈ രണ്ട് വിഭാഗത്തിൻ്റെയും പിതാവ് ഒന്നാണ് എന്നുള്ളതാണ്. ജഡപ്രകാരമുള്ള പിതാവ് ഒന്നാണ്, അബ്രാഹാമാണ്. ഇന്നലെ നമ്മൾ ഇസ്രായേൽ എന്നുള്ള വിഷയത്തിൽ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നു. പിതാവ് ഒന്നും രണ്ട് മാതാവും ആണ് എന്നുള്ളതാണ്. അപ്പം ഇതിൽ ഒരു വിഭാഗത്തെ ദൈവം തൻ്റെ സ്വന്തം ഉദ്ദേശത്തിനായിട്ട് തിരഞ്ഞെടുത്തു. അവരെ അബ്രാഹാമിൻ്റെ വാഗ്ദത്ത സന്തതി എന്നാണ് വേദപുസ്തകം പറയുന്നത്. സന്തതി.
ഇസ്മായിലിനെ കുറിച്ച് പറയുന്നത് അത് ഹാഗാറിൻ്റെ മക്കൾ എന്ന്. അബ്രഹാമിന് ഈ രണ്ട് ഭാര്യമാരും രണ്ട് നിയമങ്ങളെ കാണിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. ഹാഗാറ് ന്യായപ്രമാണത്തെ കാണിക്കുന്നു, സാറ ക്രിസ്തുവിൻ്റെ പ്രമാണത്തെ കാണിക്കുന്നു. ഇത് രണ്ട് പ്രമാണങ്ങളെ കാണിക്കാനാണ് അബ്രഹാമിന് ഈ രണ്ട് ഭാര്യമാരെ ദൈവം അങ്ങനെ ആക്കിയത്. ഇത് ഈ രണ്ടിലും പെടാതെ വേറൊരു ഭാര്യ കൂടിയുണ്ട് അബ്രഹാമിന്. കെത്തൂറ എന്ന് പറയുന്ന മൂന്നാമതൊരു ഭാര്യ. കെത്തൂറയിൽ 6 മക്കളുണ്ട് അബ്രഹാം. അത് പ്രത്യേക നിയമത്തിൻ്റെ സന്തതികളല്ല. ഈ രണ്ട് സന്തതികൾ തമ്മിലുള്ള പോരാട്ടം അത് ഇസ്മായിലിൻ്റെ കാലത്ത് തന്നെ ആരംഭിച്ചതാണ്. അബ്രഹാമിൻ്റെ വാഗ്ദത്ത സന്തതിയായ ഇസാക്ക് ജനിച്ചതിന് ശേഷം ഇസ്മായിലും ഇസാക്കും തമ്മിൽ വഴക്കുണ്ടാകാതിരിക്കാൻ സാറ പറഞ്ഞു, ഈ ദാസിയെയും മകനെയും പുറത്താക്കുക. അങ്ങനെ അബ്രഹാം ഹാഗാറിനെയും ഇസ്മായിലിനെയും ഭവനത്തിൽ നിന്ന് പുറത്താക്കി. ഒരു തുരുത്തി വെള്ളവും കുറേ അപ്പവും കൊടുത്തു. അങ്ങനെ ഹാഗാർ ബേർശേബ മരുഭൂമിയിൽ അങ്ങനെ കഴിയുന്നു. കൊണ്ടുപോയി ആ വെള്ളവും അപ്പവും തീർന്നു. പിന്നെ മകന് വെള്ളം കൊടുക്കാനില്ല. മകൻ മരിക്കുമെന്നുള്ള ഘട്ടമായി. അപ്പോൾ ദൈവം അവിടെ പ്രത്യക്ഷനായി സാറായി ഹാഗാരി, നീ തിരിച്ച് അബ്രഹാമിൻ്റെ ഭവനത്തിലേക്ക് തന്നെ പോകും. എന്നിട്ട് നീ എന്തു ചെയ്യണം? നീ നിന്റെ യജമാനത്തിക്ക് കീഴ്പ്പെട്ടിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സാറായിക്കും സാറായുടെ സന്തതിക്കുമുള്ള സ്വാതന്ത്ര്യം ഹാഗാറിൻ്റെ മകനുമില്ല. വാഗ്ദത്തവും അനുഗ്രഹങ്ങളും എല്ലാം വാഗ്ദത്ത സന്തതിയായ ഇസാക്കിനും സാറായിക്കുമുള്ളൂ. അത് ലോകം മനസ്സിലാക്കണം. ഇന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നവർ ഈ കഥ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി അതിന് പ്രകാരം പോയാൽ മാത്രമേ ഇസ്രായേൽ ഒഴികെയുള്ള ജാതികൾക്ക് പ്രയോജനമുള്ളൂ. അല്ലാതെ എന്തെങ്കിലും നേട്ടമുണ്ടാകാമെന്ന് വെച്ച് ഇസ്രായേലിനെ ഉപദ്രവിക്കാൻ പോയാൽ യാതൊരു വിജയവും ഉണ്ടാകില്ല. എല്ലാം ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള പ്ലാനുകളെ ഇസ്രായേലിന്മേൽ നടത്താൻ പറ്റുകയുള്ളൂ. നമുക്ക് മീഖായുടെ പ്രവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. ഇത് ഇസ്രായേലിനെ കുറിച്ച്, ഇസ്രായേലിൻ്റെ ആരംഭത്തെക്കുറിച്ചും അവിടെ എന്താ പറയുന്നത്? മീഖായുടെ പ്രവചനം 7-ാം അധ്യായം 20-ാം വാക്യം. പുരാതന കാലം മുതൽ നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തിരിക്കുന്ന നിന്റെ വിശ്വസ്തത നീ യാക്കോബിനോടും നിന്റെ ദയ അബ്രഹാമിനോടും കാണിക്കും. ഉണ്ടോ? എന്നുള്ള കാലത്തെക്കുറിച്ചല്ല, വളരെ പുരാതനമായ കാലത്ത് യഹോവയായ ദൈവം അബ്രഹാമിനോടും യാക്കോബിനോടും അരുളി ചെയ്തിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മീഖ 7:20.
എന്താ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തിരിക്കുന്ന നിന്റെ വിശ്വസ്തത. ഇവിടെ നിസ്സാര ആളല്ല ഇവിടെ സത്യം ചെയ്തിരിക്കുന്നത്. സർവത്തിൻ്റെയും ഇസ്രായേലിൻ്റെയും സൃഷ്ടാവായ യഹോവ സത്യം ചെയ്തിരിക്കുന്നു. എന്താ? അബ്രഹാം കൽദേരുടെ പട്ടണമായ ഊരിൽ ബാബിലോണിൽ താമസിച്ചുകൊണ്ടിരുന്നു. അവിടുന്ന് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വാസത്താൽ അബ്രഹാം അവിടുന്ന് യാത്ര പുറപ്പെട്ടു. കനാൻ ദേശം, ഈ ദേശം ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ശാശ്വതമായി. അങ്ങനെ അബ്രഹാം മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു. പണിതു, യഹോവയെ ആരാധിച്ചു. അവിടെ സന്താന പരമ്പരകളായി പെരുകാൻ തുടങ്ങി. അബ്രഹാം യാക്കോബിന്റെ കാലമായപ്പോഴത്തേക്കും കനാൻ ദേശത്തൊരു ക്ഷാമമുണ്ടാകുന്നു. യാക്കോബും യാക്കോബിന്റെ 70 പേർ കനാൻ ദേശത്ത് ക്ഷാമമുണ്ടായതിന്റെ പേരിൽ മിസ്രയീമിലേക്ക് പോയി. അവിടെ മിസ്രയീമിൽ അടിമകളായി താമസിച്ചു ഇസ്രായേൽ. 400 ഇസ്രായേലിനെ അവിടെ നിന്ന് മടക്കുന്നു. അപ്പൊ ഇസ്രായേൽ ലക്ഷക്കണക്കിനായി പെരുകി. പോയിട്ട് 430 സംവത്സരം കൊണ്ട് അവർ ഏതാണ്ട് 10-30 ലക്ഷത്തോളം അവർ വീണ്ടും കനാൻ ദേശത്തേക്ക് ദൈവം അവരെ തിരിച്ചു കൊണ്ടു. ഫറവോന്റെ സാമ്രാജ്യത്തിന് ചുട്ടമരു ആ കനാൻ ദേശം നടത്തിക്കൊണ്ടുവന്ന് മോശയാണ്. മോശയെക്കുറിച്ച് ലോകചരിത്രം മോശ അവരെ മരുഭൂമിയിൽ കൂടി 40 സംവത്സരം. പക്ഷെ മോശ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നില്ല. കനാൻ ദേശം അളന്ന് തിരിച്ച് പങ്കിട്ട് കൊടുക്കുവാൻ മോശ യോശുവയെയും കാലേബിനെയും ഏൽപ്പിച്ചിട്ട് മോശ ഹോരേബ് പർവ്വതത്തിൽ മരിക്കുന്നു. വെച്ച് യഹോവയായ ദൈവം മോശയ്ക്ക് കനാൻ ദേശത്തിന്റെ 4 പുറം ഉള്ള അതിരുകൾ കാണിച്ചു കൊടുത്തു. ഈ ദേശം, ഈ കാണുന്ന ദേശം ഞാൻ ഇസ്രായേലിന് ശാശ്വതാവകാശമായി കൊടുക്കും. ഇത്ര വർഷത്തേക്കൊന്നല്ല. ഇസ്രായേൽ ജാതി എന്നുവരെയുണ്ടോ അന്നുവരെയും അവരുടെ അവകാശത്തിൽപ്പെട്ടതാണ്. പക്ഷെ ഇസ്രായേലിന് കുറെ കാലത്തിന്റെ ശേഷം ആ കനാൻ ദേശം വിട്ടുപോകേണ്ട അവസ്ഥയുണ്ടായി. അതെന്താ അതിന് അവസ്ഥ ഉണ്ടായത്? അത് ദൈവത്തിൻ്റെ ഒരു ശിക്ഷ അവർക്ക് നേരിട്ടതാണ്. അവരെ BC 606 ഇസ്രായേലിലേക്ക് അടിമകളായിട്ട് പിടിച്ചുകൊണ്ടുപോയി. അവരുടെ ആലയം നശിപ്പിച്ചു, അവരുടെ കൃഷിത്തോട്ടങ്ങൾ നശിപ്പിച്ചു. അങ്ങനെ വളരെ പീഡകൾ. അത് പേർഷ്യൻ ചക്രവർത്തിയായ കോരേശിന്റെ കാലത്തോടുകൂടി അവസാനിച്ചു. എന്നിട്ട് ഇസ്രായേൽ മടങ്ങി വന്നു, വീണ്ടും താമസമായി.
അതിൻ്റെ ശേഷം ക്രിസ്തുവിൻ്റെ ജനനം, ഇതൊക്കെയാണ് പിന്നെ ഒരു സംഭവ വികാസങ്ങളുണ്ടായത്. ഇതിൻ്റെ ഇടയിലേക്കാണ് വന്നത് മറ്റൊരു വിഭാഗം. യേശുക്രിസ്തു യഹൂദന്റെ രാജാവായിട്ടാണ് വരുന്നത്. പക്ഷേ യഹൂദൻ യേശുക്രിസ്തുവിൻ്റെ വരവ് ഒരു രാജാവെന്നുള്ള നിലയിൽ ആണെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലായതുകൊണ്ട് ഇസ്രായേൽ വിശ്വസിച്ചില്ല. കാരണം ഒരു പശുത്തൊഴുത്തിൽ അത് യഹൂദന്മാരുടെ രാജാവാണെന്ന് പറഞ്ഞാൽ യഹൂദന് അത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇസ്രായേൽ രാജാക്കന്മാരുടെ പരമ്പരകളിൽ 1042 രാജാക്കന്മാരുണ്ടായിരുന്നു, ഇസ്രായേലിലും യഹൂദ വിഭാഗത്തിനുമാണ്. ആ രാജാക്കന്മാരിൽ ഒക്കെയും വളരെ ജനിച്ചിരിക്കുന്നു. ഇസ്രായേൽ അത് തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് അവര് യേശുക്രിസ്തുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു. അന്നത്തെ റോമൻ ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി അന്ന് നിലവിലിരിക്കുന്ന സാമ്രാജ്യം റോമൻ സാമ്രാജ്യത്തിന്റെ സഹായത്തോടുകൂടി കർത്താവിനെ ക്രൂശിച്ചു കളഞ്ഞതിന്റെ ശേഷം AD 70 ഇസ്രായേലിന് യഹോവയുടെ മഹാകോപമുണ്ടായി. അവർ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതിൻ്റെ ക്രൂശിച്ചു കളഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ഞാൻ വന്നിരിക്കുന്നത് പാപികളെ മോചിക്കുവാനും ഇസ്രായേലിൻ്റെ രാജാവായിട്ടാണ് വന്നിരിക്കുന്നത്. തള്ളിക്കളഞ്ഞു. അങ്ങനെ ഇതിൻ്റെ ആലയം റോമൻ സൈന്യാധിപനായിരുന്ന തീത്തൂസ് വന്ന് വളഞ്ഞ് അതിനെ നശിപ്പിച്ചു, തീയിട്ട് അതിൻ്റെ മതിലുകൾ ഇടിച്ചു. ഇസ്രായേൽ അവിടെ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ചിതറിപ്പോയി. 1-2 വർഷമല്ല, AD 70 ആരംഭിച്ച ശിക്ഷ 2520 വർഷം ഇസ്രായേൽ ബഹുജാതികളുടെ ഇടയിൽ ചിതറിക്കിടന്നു, രാജ്യമില്ലാതെ, പാർക്കാൻ പ്രത്യേക സ്ഥലമില്ലാതെ. 2520 വർഷം. ഇതിനൊക്കെ പ്രത്യേകം കണക്കുണ്ട് വേദപുസ്തകത്തിൽ. 1914 തികഞ്ഞു. പിന്നെ അവരുടെ ശിക്ഷാകാലം അവസാനിച്ചു. ശിക്ഷാകാലം അവസാനിക്കാം. 2 ചരിത്രപ്രധാനമായ ശിക്ഷയാണ് ഇസ്രായേലിന് അനുഭവം. 1914 ശിക്ഷാകാലം തികഞ്ഞു. 1948 ഇസ്രായേലിന് സ്വതന്ത്രമായ ഒരു രാജ്യം സ്ഥാപിക്കാനുള്ള മിലാൻ വിളംബരം ലോകരാജ്യങ്ങൾ. അങ്ങനെയാണ് ഇസ്രായേൽ ഇന്ന് അവിടെ സ്വദേശത്തേക്ക് ഒതുങ്ങിപ്പാർന്നു. അപ്പൊ ഈ 2000 വന്നപ്പോ ഈ കനാൻ ദേശത്തിന്റെ ഭാഗങ്ങളെല്ലാം പല ജാതികളുടെയും കയ്യിലായിപ്പോയി. ഇത്രയും വർഷമായപ്പോ ഇവരെ ആരെങ്കിലും തിരിച്ചു വരുമെന്നറിയാവോ? 2000 അല്ല, പിന്നെയും വർഷങ്ങൾ പോയി. അങ്ങനെയാണ് ഇസ്രായേലിൻ്റെ സ്വദേശം നഷ്ടപ്പെട്ടത്.
പക്ഷെ ആ നഷ്ടപ്പെട്ട സ്വദേശം അന്ന് അബ്രഹാമിനോട് പറഞ്ഞതുപോലെ തന്നെ ദൈവം അത് നിവൃത്തിയാക്കും. അത് നിവൃത്തിയാക്കാനുള്ള 1948 മുതൽ ലോകജാതികളും മനസ്സിലാക്കേണ്ട, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം ഇസ്രായേലിനുമായിട്ട് സക്കരിയാവിന്റെ സക്കരിയാവ് ലെബാനോനെ ഇത് ദേവദാരു തുറന്നു വയ്ക്കുക. ദേവദാരു വൃക്ഷമേ ഓടിയിടുക. ദുർഗമ വനം വീണിരിക്കുകയാൽ ബാശാൻ ഇടയന്മാരുടെ മഹത്വം നശിച്ചിട്ട് അവർ മുറയിടുന്നത് കേട്ടുവോ? യോർദാന്റെ മുറ്റുകാട് നശിച്ചിട്ട് ബാലസിംഹങ്ങളുടെ ഗർജനം കേട്ടുവോ? ഇവിടെ ഒരു പ്രവചനം ഇസ്രായേലിനെ കുറിച്ചുള്ള ഒരു ഇന്നിപ്പോൾ ലെബാനോൻ ഇസ്രായേലിനെതിരായിട്ട് തിരിഞ്ഞിരിക്കുക. നമ്മൾ പറയുന്ന ഈ വിഷയങ്ങളൊന്നും നമ്മുടെ ആശയങ്ങളല്ല. ലെബാനോനെ, നിന്റെ ദേവദാരുക്കൾ തീ തുറന്നു വയ്ക്കുക. അവന്റെ നിങ്ങളുടെ ദേവദാരുക്കൾ പിടിപ്പുള്ള വൃക്ഷങ്ങളാണ് അന്നത്തെ കാലത്ത്. ദേവദാരു വീണും മഹത്വക്കൾ നശിച്ചും ഇരിക്കിയാൽ ലെബാനോന്റെ മഹത്വം, ഒരു കാലത്ത് ലെബാനോന്റെ മഹത്വം അന്ന് അത് കനാൻ ദേശത്തോട് ബന്ധപ്പെട്ടതാണ്. അതെല്ലാം മറ്റ് ജാതികളുടെ കൈവശമായി പോയി. ദേവദാരു വീണും മഹത്വക്കൾ നശിച്ചും ഇരിക്കുന്നു. ഇസ്രായേലും ദൈവം നശിപ്പിക്കും. അതുകൊണ്ട് സരളവൃക്ഷമേ ഓളിയിടുക. ഒരു വിഭാഗത്തിന് സന്തോഷം, ജനങ്ങൾക്ക് ഒരു സന്തോഷമാണ് ദൈവത്തിൻ്റെ വചനങ്ങളുടെ നിവൃത്തി. ദുർഗമവനം വീണിരിക്കിയാൽ ബാശാനിലെ കരുവേലകങ്ങളെ ഓളിയിടുവിൻ. ഇത് ഭൂമുഖത്ത് നിലനിൽക്കുന്ന പലവിധമായ ഇസങ്ങളാണ്. ഇസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനെതിരായിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും അത് ഉൾപ്പെടും. അതെല്ലാം വീണുപോകും, തീക്കിരയാകും. ഈ തീ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കോപത്തീയാണ്. അത് ഏത് വിധത്തിലാണ് ഈ പ്രസ്ഥാനങ്ങളുടെ മേൽ ആഞ്ഞടിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ദുർഗമവനം വീണിരിക്കിയാൽ ബാശാനിലെ കരുവേലകങ്ങളെ ഓളിയിടുവിൻ. അപ്പോൾ ഒരു വിഭാഗത്തിന് നാശവും മറ്റൊരു വിഭാഗത്തിന് ഈ നിവൃത്തികളുടെ വചനത്തിൻ്റെ നിവൃത്തികൾ കണ്ടുള്ള ഒരു സന്തോഷവും ഉണ്ടാകും. അതിനുള്ള കാലങ്ങളാണ് ഇനിയുള്ളത്. ഇടയന്മാരുടെ മഹത്വം നശിച്ചിട്ട് അവർ മുറയിടുന്നത് കേട്ടുവോ? ഇടയന്മാരുടെ മഹത്വം ഏതാ? മതപരവും ഉന്നതരായ നേതാക്കന്മാര്, അവരാണ് ഇടയന്മാർ. ഇത് ആത്മീയ രാഷ്ട്രീയ മേഖലയിലുണ്ട് ഇടയന്മാർ. നമ്മുടെ ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ ഐക്യരാഷ്ട്ര സംഘടന ഉണ്ട്, ഇവിടെ അമേരിക്കയുണ്ട്, ബ്രിട്ടനുണ്ട്. ഇവരാര് പറഞ്ഞാലും ആരും ഒന്നും കൂട്ടാക്കുന്നില്ല. എല്ലാവരും ഇടയന്മാരാണ്, എല്ലാവരും മഹത്വക്കളാണ്. യോർദാന്റെ മുറ്റുകാട് നശിച്ചിട്ട് ബാലസിംഹങ്ങളുടെ
ഗർജനം കേട്ടുവോ? അപ്പോൾ ലെബാനോനായാലും യോർദാനായാലും തുർക്കി ആയാലും ഇറാഖ് ആയാലും ഇറാനായാലും ദൈവത്തിൻ്റെ ജനത്തിൻ്റെ നേരെ തിരിയുന്നത് വളരെ ആലോചിച്ചു വേണം എന്നുള്ളതാണ്. ഇനി അടുത്തൊരു വാക്യം വായിച്ചേ. അടുത്ത വാക്യം ഏതാ? സക്കറിയാവ് 12:6 മുതൽ 9 വരെ. അന്നാളിൽ ഞാൻ യഹൂദ മേധാവികളെ വിറകിന്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റയുടെ ഇടയിൽ തീപ്പന്തം പോലെയും ആക്കും. അവർ വലത്തുഭാഗത്തും ഇടത്തുഭാഗത്തും ചുറ്റുമുള്ള സകല ജാതികളെയും തിന്നുകളയും. യെരൂശലേമിന് സ്വസ്ഥാനത്ത് യെരൂശലേമിൽ തന്നെ വീണ്ടും നിവാസികൾ ഉണ്ടാകും. ദാവീദ് ഗൃഹത്തിന്റെ പ്രശംസയും യെരൂശലേം നിവാസികളുടെ പ്രശംസയും യഹൂദയുടെ നേരെ ഏറിപ്പോകാതിരിക്കേണ്ടതിന് യഹോവ യഹൂദ കൂടാരങ്ങളെ ആദ്യം രക്ഷിക്കും. അന്നാളിൽ യഹോവ യെരൂശലേം നിവാസികളെ പരച്ചുകൊണ്ട് മറയ്ക്കും. അവരുടെ ഇടയിൽ ഇടറി നടക്കുന്നവൻ അന്നാളിൽ ദാവീദിനെ പോലെ ആയിരിക്കും. ദാവീദ് ഗൃഹം ദൈവത്തെ പോലെയും അവരുടെ മുമ്പിലുള്ള യഹോവയുടെ ദൂതനെ പോലെയും ആയിരിക്കും. മതി. ഇപ്പൊ ഇവിടെ പ്രവാചകൻ മറ്റൊരു കാര്യം പറയാം. ദാവീദ് ഗൃഹത്തിൻ്റെ പ്രശംസയും യെരൂശലേം നിവാസികളുടെ പ്രശംസയും യഹൂദായുടെ നേരെ ഏറിപ്പോകാതിരിക്കേണ്ടതിന് യഹോവ യഹൂദ കൂടാരങ്ങളെ ആദ്യം രക്ഷിക്കും. ഇവിടെ മുഴുവൻ മനുഷ്യരാശിയും യേശുക്രിസ്തുവിൻ്റെ ഭരണത്തിന് കീഴെ രക്ഷിക്കുന്നതിന് മുൻപായിട്ട് യഹൂദ കൂടാരങ്ങളെ ആദ്യം രക്ഷിക്കും യഹോവ. എന്നാലിൽ യഹോവ യെരൂശലേം നിവാസികളെ പരിച കൊണ്ട് മറയ്ക്കും. എവിടെയാ? എന്നു മുതലുള്ള കാര്യം പറഞ്ഞേ? 1948 ശേഷമുള്ള പ്രവചനങ്ങളാണ് ഇവിടെ പറയുന്നത്. 1948 ശേഷം. അതിനു മുമ്പുള്ള അനുഭവങ്ങളല്ല ഇനി ഇസ്രായേലിനുണ്ടാകാൻ പോകുന്നത് എന്നാണ്. അതാണ് അന്നാളിൽ യഹോവ യെരൂശലേം നിവാസികളെ പരിച കൊണ്ട് മറയ്ക്കും. അവരുടെ ഇടയിൽ ഇടറി നടക്കുന്നവൻ അന്നാളിൽ ദാവീദിനെ പോലെ ആയിരിക്കും. ദാവീദ് ആരായിരുന്നു? ഇസ്രായേലിന്റെ രാജാവായിരുന്നു. മഹായുദ്ധവീരനായിരുന്നു ദാവീദ്. ദാവീദ് ഭയമുള്ള രാജാവായിരുന്നില്ല. 1900 ഇസ്രായേലിന്റെ മനധൈര്യം യഹോവ അത് വീണ്ടെടുത്തു കൊടുത്തിരിക്കുകയാണ്. അന്നാളിൽ ഇടറി നടക്കുന്നവൻ ദാവീദിനെ പോലെ ആയിരിക്കും. ദാവീദിനെ കുറിച്ച് അറിയാത്തവർ പഴയ നിയമം, രാജാക്കന്മാരുടെ പുസ്തകം, വൃത്താന്ത പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ ദാവീദ് ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അന്നാളിൽ ഞാൻ യെരൂശലേമിന്റെ നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിപ്പാൻ നോക്കും. 9-ാമത്തെ വാക്യം. അന്നാളിൽ ഞാൻ യെരൂശലേമിന്റെ നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിപ്പാൻ നോക്കും. ഇവിടെ ഹമാസ് പറയുന്നു ഇസ്രായേലിനെ തുടച്ചു നീക്കുന്നവർ. അത്ര തുടച്ചു നീക്കാമെങ്കിൽ ഒരു 50 ലക്ഷം ഏതാണ്ട് കണക്കുണ്ട് ഇസ്രായേൽ. എന്തിനാ ഇവർ തുടച്ചു നീക്കാത്ത? ഹമാസ് തന്നെയല്ല, വേറെ പല ഇസ്രായേലിനും ശത്രുക്കളുണ്ട്. എന്തിനാ തുടയ്ക്കാത്ത? അപ്പോ ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഇസ്രായേലിന്റെ പഴയ നിയമത്തിൽ നല്ല ബോധ്യമുണ്ട്. അതിനെക്കുറിച്ച് അവർക്ക് നല്ല വിശ്വാസമുണ്ട്. പുതിയ നിയമത്തിൽ അവർക്ക് വിശ്വാസമില്ലെന്നുള്ളൂ. അവർ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ന്യായപ്രമാണ പുസ്തകങ്ങൾ 39 അവരെക്കുറിച്ച് പറയുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിന് എവിടുന്ന് കിട്ടിയ ധൈര്യം? അദ്ദേഹത്തിന് ഇസ്രായേലിനെ കുറിച്ചും അബ്രഹാമിനെ കുറിച്ചും ഉള്ള പ്രവചന നിവൃത്തികളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നല്ല ബോധ്യമുള്ള ആളാണ് ബെഞ്ചമിൻ നെതന്യാഹു. അവിടെ ഇരുന്ന് ഹിസ്ബുള്ളയും മറ്റുള്ളവരും പറയുന്നത് പോലെ
ഉള്ള വേദപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നവനല്ല. അവരുടെ പ്രമാണം ഏതാ? അടിസ്ഥാനവും ഇല്ലാത്തതും ശൂന്യവും നിഷ്പ്രയോജനവുമായ ഒരു വേദത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഗോഷ്ഠികള്, ഉപദേശങ്ങള്, അതൊന്നും ഈ പരിഷ്കൃത ലോകത്തിൽ വില പോകുന്നതല്ല. അതുകൊണ്ട് അത് പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിയപ്പെടും. അതെല്ലാം യോർദാന്റെ മുറ്റുകാടിൽപ്പെട്ട ഉപദേശങ്ങളാണ്. ഇന്ന് തന്നെ യൂട്യൂബിൽ തന്നെ പലരുടെയും പ്രസംഗം ഞാൻ കേട്ടു. അവര് ഈ തീവ്രവാദത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന വിശുദ്ധ യുദ്ധത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച്, അതിൻ്റെ ആ നിഷ്പ്രയോജനത്തെക്കുറിച്ച്, അതിൻ്റെ ആ ക്രൂരതയെക്കുറിച്ച്, അത് ഉപദേശിക്കുന്ന ഗ്രന്ഥത്തെക്കുറിച്ച്, അത് ഉപദേശിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഉള്ള പരാമർശങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതിലൊക്കെ എത്രയോ നല്ല ദൈവങ്ങളാണ് നമ്മുടെ കൃഷ്ണനും അതുപോലെയുള്ള ദൈവങ്ങളും. അല്ലേ? ശ്രീകൃഷ്ണൻ, അതിലൊക്കെ എത്ര നല്ല ദൈവങ്ങളാ, ഈ സങ്കല്പ ദൈവങ്ങളാണെങ്കിലും. അപ്പൊ നമ്മള് യഥാർത്ഥ സത്യം മനസ്സിലാക്കണം. സത്യത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് വേണം വസ്തുതകൾ നിരീക്ഷിക്കാനും പഠിക്കാൻ. ഈ സംസാരിച്ചിട്ടുള്ള ഓരോ പണ്ഡിതന്മാരും ഇസ്രായേൽ ഒരു ദൈവത്തിൻ്റെ പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് ആരും വന്നിട്ടില്ല. ആ അറിവിലേക്ക് വന്നെങ്കിലേ പ്രയോജനമുള്ളൂ. അതല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു വിഭാഗത്തിൻ്റെ പക്ഷം ചേരും, വേറൊരു വിഭാഗത്തിൻ്റെ പക്ഷം നമ്മൾ നെഗറ്റീവായിട്ട് പറയും. അതിൽ കാര്യമില്ല. വസ്തുതയുടെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിലാണ് കാര്യം. മറ്റൊരു വാക്യം കൂടി നമുക്ക് വായിക്കാം. സെഫന്യാ 3:20 വായിച്ചേ. എല്ലാ പ്രവാചകന്മാരും വ്യത്യസ്തമായ കാര്യം ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ കാലത്ത് ഞാൻ നിങ്ങളെ വരുത്തുകയും ആ കാലത്ത് ഞാൻ നിങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. നിങ്ങൾ കാണുകയെ ഞാൻ നിങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ ഞാൻ നിങ്ങളെ ഭൂമിയിലെ സകല ജാതികളുടെയും ഇടയിൽ കീർത്തിയും പ്രശംസയും ആക്കി തീർക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ നിങ്ങളെ ഭൂമിയിലെ സകല ജാതികളുടെ ഇടയിൽ കീർത്തിയും പ്രശംസയുമാക്കും. എങ്ങനെയാ? ഞാൻ നിങ്ങളെ ശേഖരിച്ചു കഴിയുമ്പോൾ. 1914 ശേഷം യഹോവ തന്റെ ജനമായ ഇസ്രായേലിനെ ശേഖരിച്ചു. ഭൂമിയുടെ 4 ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ചു. ഞാൻ അനേകം നായാട്ടുകാരെ വരുത്തും, അവർ വന്ന് നിങ്ങളെ നായാടിപ്പിടിക്കും. യെശയ്യാപ്രവചനത്തിൽ പറയുന്നു. ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും, അവര് നിങ്ങളെ വലയിട്ട് പിടിക്കും. പിടിച്ചെങ്ങോട്ടാ കൊണ്ടുവരണേ? യെരുശലേമിലേക്ക് കൊണ്ടുവരും. അങ്ങനെ നമ്മുടെ കൊച്ചിയിൽ നിന്നൊക്കെ യഹൂദൻ അങ്ങോട്ട് പോയി വന്നു അതിൻ്റെ ശേഷം. അപ്പൊ ഇപ്പോൾ അവരവിടെ വളരെ സ്വൈരമായിട്ട് താമസിക്കുക. അങ്ങനെ നമ്മുടെ വീട്ടിൽ നമ്മൾ സ്വൈരമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ കയറി വരുന്ന ഒരുത്തൻ ആക്രമിക്കുമ്പോൾ നമ്മൾ അനങ്ങാതിരുന്നാൽ അപ്പോൾ അത് അത്രയും നീതിമാനായിരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് വരുന്നവൻ ചിന്തിക്കണം, ഞാൻ ചെയ്യുന്നത് ന്യായമാണോ, നീതിയാണോ, അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കണം. ഇതല്ലാതെ എൻ്റെ മുറി ദൈവത്തിൻ്റെ പേരുമെല്ലാം പറഞ്ഞ് വിശുദ്ധത്വമാണെന്നും പറഞ്ഞ് ദൈവത്തിൻ്റെ മക്കളുടെ അടുത്തേക്ക് കയറി കളിക്കാൻ വന്നാൽ അതിൻ്റെ കളി അത് മറുപടിയോടുകൂടി മനസ്സിലാക്കേണ്ടി വരും. അവസാനമായിട്ട് ഒരു വാക്യം കൂടി വായിക്കാം. ആമോസ് 9:15. യോവേൽ കഴിഞ്ഞിട്ട് ആമോസ്. ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്നും അവരെ ഇനി പറിച്ചു കളയുകയില്ല എന്ന് നിന്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു.
ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും. 1948 നട്ടിരിക്കുന്നു. ആർക്കെങ്കിലും സംശയം ഉണ്ടായോ അവിടെ പോയി നോക്കിയാൽ മതി. ഇനി അവരെ അവിടെ നിന്നും ആരും പറിച്ചു കളയുകയില്ല. ഇസ്രായേലിനെ 2 പ്രാവശ്യം പറിച്ചു കളഞ്ഞു. ഒന്ന് നെബൂഖദ്നേസർ, മറ്റൊന്ന് റോമൻ സാമ്രാജ്യം ഇസ്രായേലിനെ AD 70 പറിച്ചു കളഞ്ഞു. ഇനി അവരെ ആരും അവിടുന്ന് പറിച്ചു കളയാൻ നോക്കണ്ട. അങ്ങനെ നോക്കുന്നവർ പറഞ്ഞു പോകും, ഞാൻ അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്തതായ ദേശം അവർക്ക്. യെരുശലേമിനെ കുറിച്ച് ഉള്ള പ്രവചനങ്ങൾ നമുക്ക് മറ്റൊരു സമയത്ത് നോക്കാമെന്ന് വിചാരിക്കാം. ഇസ്രായേലും യെരുശലേം തമ്മിലുമാണ് ബന്ധം. യെരുശലേം മറ്റാർക്കും ബന്ധപ്പെടേണ്ട സ്ഥലമല്ല. അതും ബൈബിൾ പറയുന്നു. ആ വിഷയം നമുക്ക് മറ്റൊരു സമയത്ത് പരിശോധിക്കാം. അതുകൊണ്ട് ഇസ്രായേൽ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അത് ഇസ്രായേലിനും ലോകജാതികൾക്കും ഒരു പ്രയോജനത്തിലേക്ക് യഹോവ വരുത്തും എന്നുള്ളതാണ് നമുക്ക് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം. അബ്രഹാമിൻ്റെ സന്തതി എന്ന നിലയിൽ ദൈവം അവരെ അന്നു മുതൽ ഇന്നുവരെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അബ്രഹാമിനെ കുറിച്ച് എൻ്റെ സ്നേഹിതനായ അബ്രഹാം എന്നാണ് വേദപുസ്തകത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേര് ലഭിച്ചത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ വിധത്തിൽ ഇസ്രായേലിനെ കുറിച്ചും ദൈവത്തെക്കുറിച്ചും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിജ്ഞാനം പ്രാപിക്കാത്ത ഏതൊരാൾക്കും ഈ പ്രശ്നങ്ങൾക്കൊന്നും ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റിയില്ല. തിരുവെഴുത്തുകളിൽ ഇതിനെല്ലാം ഉത്തരവുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ വിഷയം അവസാനിപ്പിക്കാം.